വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുക. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. അപ്പൊ നമ്മുടെ സജന താത്ത ഗർഭിണിയായ സംഭവമാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പലരും ഇതിനോടകം സംഭവം അറിഞ്ഞു കാണും. എന്താണ് സംഭവം? ഒരു ദിവസം മുന്നേ ഈ പറഞ്ഞ സജന നൂറിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ആ പോസ്റ്റ്? ഈ പറഞ്ഞ സജനയും റസൂൽ പൂക്കുട്ടിയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. എന്നാൽ അതിന്റെ സൈഡിൽ 9 വീക്ക് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഉള്ളത് പറയാറ് ഇത് കണ്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ സജന പ്രഗ്നന്റ് ആയതിനല്ല കേട്ടോ ഞാൻ ഞെട്ടിയത്. കാരണം ഈ പറയുന്ന സജനയും റസൂൽ പൂക്കുട്ടിയും 4 വർഷമായ റിലേഷനിലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അതല്ല കാരണം. എങ്ങനെ ഇതെല്ലാം എടുത്ത് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇത്രയും ബുദ്ധിയും ബോധവും ഇവരില്ലാത്തൊരു പെണ്ണാണ് സജന എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അറിയാലോ ഇപ്പൊ സജനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുള്ളിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരുടെ മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാന്റെ നാട് നീള അവിഹിതം. അങ്ങനെ അതിൽ 1-2 പൊക്കി അതിൽ മനന്നൊന്നാണ് സജന നൂറ് റസൂൽ പൂക്കുട്ടിയുമായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അൽക്കുൽത്തി ജീവിതമായിരുന്നു ഇവരുടേതെന്ന് പറയാതെ വയ്യ. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആവുകയും സോഷ്യൽ മീഡിയയിൽ ഇത് വൻ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് സജനയുടെ അക്കൗണ്ടിൽ താൻ 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പൂക്കുട്ടിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ വരുന്നത്. ഇതൊക്കെ കണ്ട സമയത്ത് ഈ പെണ്ണെന്താ വീണ്ടും വിവാദം ഉണ്ടാക്കാൻ നടക്കുകയാണെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചു പോയത്. ആക്ച്വലി ഈ പോസ്റ്റ് വന്നപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഫസ്റ്റ് തോട്ട് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് സജനയുടെ ഒരു ഐഡിയ ആണെന്നുള്ളതാണ്. കാരണം അറിയാലോ സജന മുമ്പ് 2 വിവാഹം കഴിച്ചതാണ്. ഈ 2 വിവാഹത്തിലും 2 കുഞ്ഞുങ്ങളും ഉണ്ട് സജനക്ക്. ഈ 2 വിവാഹമാണെങ്കിലും അട്ടർ ഫെയിലിയറുമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ മൂന്നാമതൊരാളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റേതായ പ്രിക്കോഷൻസ് എടുക്കല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സജന ഇതെല്ലാം ചെയ്തതെന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. കത്തിയില്ലേ, അതായത് രമണ. ഇപ്പൊ സജന റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഇങ്ങനെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കേരളം മൊത്തം ചർച്ച ചെയ്യും. ഇതോടെ റസൂൽ പൂക്കുട്ടിക്ക് എന്താക്കും സജനയെ വിട്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. പുള്ളിക്കാരൻ ലോക്കാവും. കാരണം റസൂൽ പൂക്കുട്ടിയിലൂടെ സജന പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് സജനെ വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി എങ്ങാനും നാളെയോ മറ്റന്നാളോ പുള്ളിക്കാരൻ സജനെ വിട്ടു പോയി കഴിഞ്ഞാണെങ്കിൽ അത് സോഷ്യൽ മീഡിയ അറിയും, വൻ ചർച്ചയാവും, മൂപ്പര് എയറിലും ആകും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ സജന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ലാതില്ലായിരുന്നു. എന്നാലും അങ്ങനെയൊക്കെ കുറെ തോട്ടുകൾ ഇങ്ങനെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഇന്നലെ രാത്രി സജന ഒരു ലൈവ് വീഡിയോ ആയിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സജനക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു നോക്കാം. ഹലോ, എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നൊരു കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ടുതന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ് ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. എന്നാലും നമ്മുടെ സജനത്താത്തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ മാത്രം ആരാണ് അവ വളർന്നത്? ഈ ചെയ്തത് ആരായാലും അവനെ പൊക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഇവരൊക്കെ പഠിക്കൂ. എന്നാലും ഇല്ലേ ഇത് വല്ലാത്തൊരു ചെയ്തായി പോയി. ഇങ്ങനെയൊക്കെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഒരാളെ കുറിച്ച് ഇങ്ങനെ തോന്നിയവാസം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവന്റെ ഒരു ധൈര്യം സംഭവിച്ചു കൊടുക്കണം. ഇനി ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. അങ്ങനെ സംഭവിക്കാലോ. ഏത് സജനന്റെ മുൻ ഭർത്താക്കന്മാർ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു ഹാക്കർ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാലോ. ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യം അറിയാലോ, ഒരു ദിവസം മുന്നേ സജന നൂറിന്റെ അക്കൗണ്ടിൽ 9 മാസം പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ഞാനൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആകെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് മാത്രമാണ് പുറത്തു വന്നത്. ആ പോസ്റ്റ് വെച്ച് നമ്മൾ എന്തോന്ന് പറയാനാണ്? ഒരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. അത് വരട്ടെ, വന്നിട്ട് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറയുന്നൊരു സ്വഭാവം എനിക്കില്ല. ഒരു 8 മിനിറ്റെങ്കിലും വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഏതൊരു ടോപ്പിക് ആണെങ്കിലും തൊടത്തുള്ളൂ. അതേപോലെ തന്നെ ഇതും തൊടാതെ വെച്ചതായിരുന്നു.
നമുക്ക് പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലെന്നേ. മറ്റുള്ളവരെ പോലെ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ചാടി കയറി വീഡിയോ ചെയ്യുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല. ഏതൊരു വിഷയമാണെങ്കിലും ഏറ്റവും അവസാനം വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതെന്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് തൃപ്തി വരുന്ന രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയാലേ ഞാൻ ഏതൊരു ടോപ്പിക്കും തൊടുത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കി വിടും. അങ്ങനെ കിട്ടുന്ന റീച്ച് മതിയെന്നേ നമുക്ക്. ഒന്നും അറിയാത്ത ഒരാളെ കുറിച്ച് വായ തോന്നിയത് വിളിച്ചു പറഞ്ഞ് കിട്ടുന്ന റീച്ച് ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സജനത്താത്തിന്റെ ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എങ്ങാനും ഇതുമായി ബന്ധപ്പെട്ട് ചാടി കയറി വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഏറി പോയേനെ. ക്ഷമനെ കൊണ്ടുള്ള ഓരോരോ ഗുണങ്ങളെ വെറുതെ അല്ല നമ്മുടെ ജാസിത്താത്ത പറഞ്ഞത്, ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യുന്നുള്ളത്. എന്നാലും സജനത്താത്തൊക്കെ പറയാനുള്ള ബാക്കിയുടെ കേട്ടോക്കാം. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. ഈ പറയുന്ന സജിന ഫിറോസ് റസൂൽ പൂക്കുട്ടിയോട് 3 കോടി രൂപ ആവശ്യപ്പെട്ടു. അത് റസൂൽ പൂക്കുട്ടി കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് സജിന ഫിറോസ് ഇങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്ന് കേട്ടോ. കാരണം ഒരാളെ കുറിച്ച് ഒരു ബേസും ഇല്ലാത്ത ഇങ്ങനെ അലിഗേഷൻ പഠിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വളരെ മോശം പരിപാടി തന്നെയാണ്. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ യൂട്യൂബിൽ. ഒരാളെ കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ വായ തോന്നി അങ്ങോട്ട് വിളിച്ചു പറയും. കുറച്ചൊക്കെ അതിനൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. നമുക്ക് ഒരാളെ കുറിച്ച് എന്ത് വായ തോന്നുന്നത് വിളിച്ചു പറയാന്നുള്ളത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഓക്കെ, അതിലൊരു മാന്യതയുണ്ട്. പക്ഷെ ഒരു തെളിവുമില്ലാതെ വായ തോന്നിയത് വിളിച്ചു പറയാന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. എന്നാലും ബാക്കിയുടെ കേട്ടോ. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കും. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാകൊല ചെയ്യുക. ഓക്കെ, അത് സമ്മതിച്ചു. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ പലരും കൊല്ലാകൊല ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊല്ലാകൊല ചെയ്യാൻ ഇട്ടുകൊടുത്തത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. അത് നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? നിങ്ങൾ തന്നെയല്ലായിരുന്നു ഒരു മാസം മുമ്പേ റസൂൽ പൂക്കുട്ടിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ അതിൽ നിങ്ങൾ കൊടുത്ത ക്യാപ്ഷൻ എന്താണ്? 4 years together എന്ന്. നിങ്ങൾ ഫിറോസുമായി ഡിവേഴ്സ് ആയിട്ട് ആക്കി 2 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഇട്ട ആ പോസ്റ്റിൽ പറയുന്നത് എന്താ? ഞാൻ 4 കൊല്ലമായിട്ട് റസൂൽ പൂക്കുട്ടിയോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ, പോസ്റ്റ് ഇട്ടത് പോട്ടെ, അത് പിന്നെയും കുഴപ്പമില്ല. ആ പോസ്റ്റിന് 4 years together എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിഷയം ഇത്രത്തോളം എസ്കലേറ്റ് ആവില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങളും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധം അവിഹിതമാണെന്ന് എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ ആ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട്, നിങ്ങൾ ആ ഒരൊറ്റ എഴുത്തിനെ കൊണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നിങ്ങൾ ഇത്രയും കല്ലെറിയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രക്കും മനസ്സിലാവില്ലായിരുന്നു. ഒക്കെ നിങ്ങളുടെ അശ്രദ്ധയുടെ പുറത്തുണ്ടായ സംഭവങ്ങളാണ്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനിയെങ്കിലും സൂക്ഷിച്ച് കണ്ടും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുത്താലും മൂർച്ചയുള്ള വാളാണ്. നോക്കി കണ്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തന്നെയാണ് കേട്. ബാക്കിയുടെ കേട്ടോ. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. അത് പിന്നെ ജീവിച്ചല്ലേ പറ്റൂ. സോഷ്യൽ മീഡിയയിൽ തേജോദ്യം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ചത്ത കളയാനൊന്നും പറ്റൂലല്ലോ. അത്രേ ഉള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും ചുമ്മാ എന്നെ ഇത് ആരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സൈബർ സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇത് ആരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇത് ആരാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എന്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെ എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ അതിന് ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എന്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വാഴായിട്ട് വന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കേ. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കോടുള്ളൊരു വാണിംഗ് ഇത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. നിയമം ഒലക്ക. ഇവിടുത്തെ നിയമം കാര്യങ്ങളൊക്കെ കണക്കാണ്. അതിനെ കുറിച്ചൊന്നും പറയാത്താണ് നല്ലത്. ഇവിടെ ടെലഗ്രാമിൽ സ്വന്തം അമ്മേന്റെ വീഡിയോ വരെ ലീക്കാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പോലും പൊക്കാൻ ഇവിടുത്തെ നിയമത്തിന് സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത ആളെ പൊക്കുന്നത്. ചുമ്മാ ചിരിപ്പിക്കാതെ പോ ചേച്ചി. നിയമമൊക്കെ ഇവിടെ കോമഡിയാണ്. പിന്നെ നിങ്ങളുടെ പിടിപാട് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആരാണ് ഹാക്ക് ചെയ്തതെന്ന് കണ്ടെത്താൻ പറ്റും. അത് അത്യാവശ്യം മെനക്കേടുള്ള പരിപാടിയാണ്. പക്ഷെ പിറകെ കൂടി കഴിഞ്ഞാണെങ്കിൽ പറ്റും. വേണമെങ്കിൽ അത് ട്രൈ ചെയ്തോളി. എന്നിട്ട് ആളെ വേണമെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ചെയ്തോളി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത വ്യക്തി നാളെ ഒരുപക്ഷെ വേറെ ആളെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഇതേ പരിപാടി എടുത്തുനിന്ന് വരാം. അതുകൊണ്ട് തന്നെ അത് തടയാൻ നിങ്ങൾ ആളെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. എനിവേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും സജന
സജനത്താത്തന്നെ ഈ ഹാക്ക് സ്റ്റോറി ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ല കേട്ടോ. ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് വശം കൂടി പറയണല്ലോ. ഈ കഥ എനിക്ക് വിശ്വാസമായില്ലെന്ന് പറയാനും ഒരു കാരണമുണ്ട്. കാരണം സജനന്റെ അക്കൗണ്ടിൽ താൻ മാസം പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് 24 മണിക്കൂർ സജനൊന്നും മിണ്ടിയിട്ടില്ല. ഇവിടെ സജനന്റെ അക്കൗണ്ട് മാത്രമല്ല ഹാക്ക് ആയി പോയിട്ടുള്ളൂ. സജനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. സജനന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, സജനന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുണ്ട്. എന്തോ ഷാരു എന്നെങ്ങാനുമാണ് ആളുടെ പേര്, സജന തന്നെ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ വ്യക്തി ഉണ്ട്. അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് അവരിലൂടെ സജനക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമായിരുന്നല്ലോ. എന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ട്, അതിൽ വരുന്ന പോസ്റ്റുകളൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് നിങ്ങൾക്ക് അവരുമായി അറിയിക്കാം. ഒരു പോസ്റ്റ് വഴിയോ സ്റ്റോറി വഴിയോ ഒക്കെ അറിയിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. പകരം നിങ്ങൾ ചെയ്ത പരിപാടി എന്താണ്? 24 മണിക്കൂർ അങ്ങോട്ട് മൗനം പാലിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് അത്യാവശ്യം വൈറലായി, അത്യാവശ്യം ചർച്ചയായി എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കരിഞ്ഞോട് ഒരു വീഡിയോ ആയിട്ട് വരുന്നു, എന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയേ, അതിൽ വന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയാണ് എനിക്ക് ഈ സജന ഫിറോസ് പറഞ്ഞതിൽ ഒരു സൊറിച്ചേർച്ച ഫീൽ ചെയ്തത്. ആക്ച്വലി ഞാനിത് അവസാനം പറയാൻ വേണ്ടി വെച്ചതായിരുന്നു. തുടക്കം തന്നെ നെഗറ്റീവ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അവസാനം പറഞ്ഞത്. ഇപ്പൊ സജനയെ പോലെ എന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയി എന്ന് വിചാരിക്കാം. ഇതേമാതിരി എന്റെ അക്കൗണ്ടിൽ വന്ന് ആരൊക്കെയോ തോന്നിവാസങ്ങൾ പോസ്റ്റ് ചെയ്ത് വിട്ട് അത് അത്യാവശ്യം വൈറലുമായി വിവാദവുമായി എന്ന് കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ഞാനുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന എല്ലാവരും ഞാൻ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഞാൻ ഈ പോസ്റ്റ് ഇടിപ്പിക്കും. ഇന്ന ഇതിൽ കൈസ് എന്ന് പറയുന്ന വ്യക്തിന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ട്, അതിൽ വരുന്ന പോസ്റ്റ് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഞാനെന്നല്ല, ആരാരും അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ സജന ഫിറോസ് അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. അല്ലേ, ശരിക്കും അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ടോ, അതോ സജന ഫിറോസ് കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയതിനു ശേഷം ചുമ്മാ ഒരു കള്ളക്കഥയുമായി വന്നതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇതിൽ ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അക്കൗണ്ട് ഹാക്ക് ആയി പോയതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ രണ്ടാമത്തേതാണെങ്കിൽ, അതായത് സജന ഫിറോസ് ഇത് കരുതിക്കൂട്ടി ചെയ്ത പരിപാടിയാണെങ്കിൽ സജന നീ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, നീ ഇത് ചെയ്ത് 4 പരിപാടിയായി പോകും ഉള്ളത് പറയാമല്ലോ. ഇത് വെറും 3rd ക്ലാസ് പരിപാടിയായി മാറുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നമുക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.